ഏതായാലും നാണക്കേടായി. അമ്മയൊന്ന് അമ്മാവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അമ്മാവൻ ഇടപെടണ്ടാന്ന്. വിമലേശിക്കാണെങ്കിൽ ഒരു വിവരവും ഇല്ല. അമ്മയും അമ്മാവനോ കൂടെ ചേർന്ന് അതിന് വളം വെച്ചു കൊടുക്കാനും. നിന്റെ അമ്മൂമ്മ എല്ലാത്തിനും കാരണം. അവർക്കൊരുമാതിരി പുളിച്ച പരിഹാസമാണ്. അത് കേട്ടിട്ട് വിമലയ്ക്ക് ദേഷ്യമുള്ളത്. ഓ, അതും അമ്മൂമ്മയുടെ തലയിലായി. അമ്മ കാര്യം പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക്. അവരെ തന്നെയാ പറയേണ്ടത്. നിന്റെ പെങ്ങന്മാര് പോക്കൃത്തരം കാണിച്ചെങ്കില് അത് അവരുടെ മോന്റെ വിത്ത് ഗുണമാ. ഞാൻ എല്ലാത്തിനെയും നല്ല ഒന്നാന്തരമായിട്ടാ വളർത്തിയത്. എന്റെ വളർത്തുവശം പറയാനൊന്നുമില്ല. അല്ല, നിന്നെ ഞാനല്ലേ വളർത്തിയത്? ഒരുത്തി ഇറങ്ങിപ്പോയി, ഒരുത്തി ഭർത്താവിനെ ഇറക്കി വിട്ടു, ഇനി ഒരുത്തിയുടെ ഭർത്താവ് ഓടിപ്പോയി. ഇതിനെല്ലാത്തിനും ആ തള്ള എന്നെയാ കുറ്റം പറയുന്നത്. ഞാനാണോ ഇതിനൊക്കെ കാരണക്കാരി? കൊറേയൊക്കെ നിന്റെ കുറ്റം കൂടിയാ. ആ കുറ്റം ഞാനങ്ങ് സമ്മതിച്ചു, തീർന്നല്ലോ. ഉത്തരം മുട്ടിയാ നീ എഴുന്നേറ്റ് പോവും. അവ ഇവിടെ ഉണ്ടെന്ന് തോന്നണ അവന്റെ ഒരു ഗേറ്റും. വന്ന ആരാ മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കാൻ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. മിസ്റ്റർ പ്രമോദ് രവീന്ദ്രനാഥ് ഇല്ലേ? ഇല്ലല്ലോ, ബാംഗ്ലൂരിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുക. എന്താ കാര്യം? എന്റെ ഭാര്യ എവിടെ? നിങ്ങളുടെ ഭാര്യയോ? അതെ, ഡോളി മേരി. ഞാൻ വർഗീസ്. എന്റെ ഭാര്യ ഡോളി മേരി വർഗീസ് എവിടെ? അത് നിങ്ങൾ ഈ വീട്ടിൽ വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിൽ കാണും. എന്റെ വീട്ടിലില്ല, നിങ്ങളെ ഓഫീസിലും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു ജീവനക്കാരിയെ കാണാതാവുമ്പോൾ അന്വേഷിക്കേണ്ടത് കമ്പനി ഉടമസ്ഥനോടാണല്ലോ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഉടമസ്ഥൻ ബാംഗ്ലൂരിലാണെന്ന്. ഡോളി മേരിയും കൂടെ പോയിട്ടുണ്ടെന്ന്. അയാളെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കീഴിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്നു എന്ന്. അതിന് ഭാര്യയും കൂട്ടുനിൽക്കുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പ്രമോദ് രവീന്ദ്രനാഥ് ഒരു ഭാഗ്യവാൻ തന്നെ. വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയരുത്. മൈൻഡ് യുവർ വേർഡ്സ്. നിനക്ക് വർഗീസ് മാത്തനെ അറിഞ്ഞൂടാ? പാലായി കൊന്നും കൊടുത്തും ജീവിച്ച കുടുംബമാണ് ഞങ്ങളെ. ഒരാളിനെ കൊന്നിട്ട് ചെന്ന സാരമില്ലടാ മക്കളെ, കൈ കഴിവേച്ചു വാ, നല്ല കപ്പയും വരാലും ഉണ്ടെന്ന് പറയുന്ന കൂട്ടത്തിലാ എൻ്റെ അമ്മച്ചി. അതുകൊണ്ട് കൂടുതൽ കളിക്കരുത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തില്ല, പക്ഷെ പ്രമോദ് ചെയ്തു. കുറച്ച് നാളായിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഡോളിയുടെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ. ആ സംശയം ഉറപ്പിക്കാൻ ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തി. ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി ഞാൻ നിങ്ങളെ കുടുംബത്തെ വെറുതെ വിടില്ല. ഭർത്താവ് വരുമ്പം പറഞ്ഞേക്ക് വർഗീസ് മാത്തം വന്നിരുന്നു എന്ന്. ഡോളിക്കുള്ളത് ഞാൻ അവർക്ക് നേരിട്ട് കൊടുത്തോളാം. പിന്നെ ഫോൺ അടിക്കുന്നു. നീ അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. എനിക്ക് വയ്യ സാർ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ എന്റെ അവസാനായിരിക്കും, അത് ഉറപ്പായി. എന്റെ കർത്താവേ, എന്നെ രക്ഷിക്കണേ. കർത്താവ് നിന്നെ രക്ഷിക്കും. നീ മര്യാദയ്ക്ക് ഓഫ് ചെയ്യും. അങ്ങനെ ചോദിച്ചാലോ? നീ മീറ്റിംഗിലായിരുന്നു പറയണം. അങ്ങനെ സാറിന് അറിയാൻ മേലാഞ്ഞിട്ടാ. ഒരു വല്ലാത്ത പുള്ളിയാ. മീറ്റിംഗ് ആയിരുന്നെന്ന് പറഞ്ഞാലേ അങ്ങനെ എന്നോട് ഏത് മീറ്റിംഗ്, ഏത് സ്ഥലത്ത്, ഏത് ഹോട്ടല് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അതൊക്കെ വെരിഫൈ ചെയ്യും. നീ വിഷമിക്കാതെ ഡോളി, ഞാനില്ല നിന്റെ കൂടെ. ഞാനിതൊക്കെ എത്ര മാനേജ് ചെയ്തതാ. അതാലോചിക്കുമ്പോഴാ. സില്ലി ഗേൾ. സ്വിച്ച് ഓഫ് ദ ഫോൺ ആൻഡ് ഫോർഗെറ്റ് എവരിതിങ്. നമുക്ക് 2 ദിവസം ജോളിയായിട്ടങ്ങ് കൂടാം. അയ്യോ യമുന. അത് ശരി, സാർ ഇതുവരെ ഓഫ് ചെയ്തില്ലായിരുന്നോ? ഡോളി, ഇത് വളരെ സീരിയസാ. ഇവളോട് ഞാനിപ്പോ എന്തു പറയും? സാർ അതങ്ങ് സൈലന്റിലിട്. മീറ്റിംഗിലായിരുന്നെന്ന് പറഞ്ഞാ മതി.
അമ്മു, എന്താ ഇത്? ഇന്നലെ രാത്രിയിലൊന്നും കഴിച്ചില്ല, ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. എന്ത് ഭാവിച്ചാണിത്? നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം. വേണ്ട സമയത്ത് വല്ലതും കഴിക്കാതെ ആരോഗ്യം നോക്കാതെ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം അത് നടക്കത്തില്ല. നടക്കത്തില്ല അമ്മു, നടക്കത്തില്ല. ചുമ്മാതിരിക്കും ഉത്തമൻ ചേട്ടാ. ചെറിയമ്മ പോയി, നിനക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനെ മൂടി പിടിച്ചിരുന്ന ചെറിയമ്മ തിരിച്ചു വരൂ. പട്ടിണി കിടന്നാൽ ചെറിയമ്മ തിരിച്ചു വരൂ. അതൊന്നുമല്ല, നീ ജീവത്യാഗം ചെയ്താൽ ചെറിയമ്മ തിരിച്ചു വരൂ. കുറച്ചൊക്കെ വിവരം വേണ്ടേ അമ്മ? എനിക്ക് നിന്റെ അത്ര വലിയ പഠിപ്പൊന്നുമില്ല, എന്നാലും നിന്നേക്കാൾ കുറേ വർഷം ജീവിതം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാ, മര്യാദയ്ക്ക് നീ വല്ലതും കഴിക്കുക. ഉത്തമൻ ചേട്ടാ, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇതൊക്കെ എനിക്കും അറിയാം. വിശക്കുന്നില്ല, അതുകൊണ്ടാ ഭക്ഷണം കഴിക്കാത്തത്. ഉത്തമൻ ചേട്ടൻ പോയി വേറെ പാട് നോക്ക്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട് ജോലിയായിട്ട് വാ. എന്നെ വെറുതെ വിട്ടേക്ക്. ആ വേല കയ്യിലിരിക്കട്ടെ. എന്നെ സിനിമയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് വേണം നിനക്കിവിടെ മൂടി പിടിച്ചിരിക്കാൻ. നടക്കത്തില്ല മോളെ, നടക്കത്തില്ല. ശരി, പോണ്ട. അമ്മോ, സത്യം പറ, എന്താ നിന്റെ മനസ്സിൽ? ഇങ്ങനെ എത്ര ദിവസം ഇരിക്കാമെന്ന? അല്ല, നീ എന്തായി ചിന്തിച്ചു കൂട്ടുന്നത്? അതൊന്ന് പറ, കേക്കട്ടെ. സത്യം പറഞ്ഞ ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. മനസ്സ് വളരെ ബ്ലാങ്കാ, വെള്ളക്കടലാസ് പോലെ. ഒരുപാടൊക്കെ എഴുതിയ കടലാസ് വെള്ളത്തിൽ വീണ് മഷി മാഞ്ഞു പോയാലുള്ള സ്ഥിതി. അല്ലെങ്കിൽ സ്ലേറ്റിൽ എഴുതിയതൊക്കെ മഷിത്തണ്ട് കൊണ്ട് മായ്ച്ചു കളഞ്ഞാലുള്ള സ്ഥിതി. ഓ, സാഹിത്യം സാഹിത്യം. എന്റെ പൊന്നമ്മു, നീ ഇതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഇംഗ്ലീഷിലും മലയാളത്തിലും വിവരദോഷികൾ എഴുതി പിടിപ്പിക്കുന്നതൊക്കെ വായിച്ച് തലയ്ക്ക് പിടിച്ചതാ നിന്റെ കുഴപ്പം. അതെ, മര്യാദയ്ക്ക് വല്ലതും കഴിച്ച് ആ ടി വിയിൽ വല്ല ചിത്രഗീതോ സീരിയലോ സിനിമയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കും. പിന്നെ ഈ ഉത്തമൻ ചേട്ടനോടോ ജാനുവിനോടൊക്കെ കുറച്ച് സംസാരിക്കുകയും ചെയ്യും. നിന്റെ എല്ലാ വിഷമങ്ങളും മാറും. ആർക്കെവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? ഉത്തമനാണോ? ആ, അതായത് വിഷ്ണു, മനസ്സ് ഒരു കടലാസ് പോലെയാണ്. മഷി മാഞ്ഞു പോയ കടലാസ് പോലെ, അല്ലെങ്കിൽ ഒരു സ്ലേറ്റ് പോലെ. അതായത് മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ മോത്, എന്തത്? ഓ, അതെന്തേലും ആട്ടെ. അപ്പൊ അതുകൊണ്ട് മായ്ച്ചു കളഞ്ഞ സ്ലേറ്റ് പോലെ. ഉത്തമൻ എന്താ വട്ടുപിടിച്ചോ? അതാണ് എനിക്ക് സംശയം. ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, ഇവളോടാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു വന്നത്. ഓ, അത് പിന്നെ ഇവിടെ സാഹിത്യത്തിനും തത്വശാസ്ത്രത്തിനും യാതൊരു കുറവുമില്ലല്ലോ. മറ്റുള്ളവരെ എല്ലാ കാര്യത്തിലും ഉപദേശിക്കുന്ന ആളാ. ഇപ്പൊ സ്വന്തമായിട്ടൊരു പ്രശ്നം വന്നപ്പോ ദാ കിടക്കുന്നു. എവിടെ പോയി പഴയ വാശിയും ധൈര്യവും തൻ്റെടോ ഒക്കെ? അമ്മ പോയപ്പോ എല്ലാം പോയി. ദേ, എനിക്കിത് കേൾക്കുമ്പോഴാ സത്യ ചേട്ടാ, മനസ്സിലൊന്നുമില്ല, ഒരാഗ്രഹവും തോന്നുന്നില്ല, ഒരു പ്രതീക്ഷയില്ല. പിന്നെന്തിനാ കഷ്ടപ്പെടുന്നത്? മറ്റേത് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ലോകത്ത് അമ്മമാര് മക്കളെ പെറ്റു വളർത്തും. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. എന്തിനാ? അവർ മരിക്കുമ്പോൾ മക്കൾ കൂടെ മരിക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. കുഞ്ഞേ, ജീവിതം മുന്നോട്ട് പോകണം. പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. വീണു പോകുന്നവരെ ഓടണം. അത് കഴിയുമ്പോൾ നടക്കണം. അതിനും വയ്യാതാവുമ്പോൾ വടികുത്തിയോ ഇഴഞ്ഞോ പോകണം. അത് പെട്ടെന്നൊരു ദിവസം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. അതൊക്കെ ശരിയാ, എനിക്കറിയാം. എന്നാലും എന്താ? എന്നാലും നമുക്ക് ഒരുപാട് ജോലി കിടക്കുന്നു. 3 പ്രോജക്റ്റുകളാണ് നടക്കുന്നത്. ഒരെണ്ണം ഏകദേശം തീർന്നു. അതുകൊണ്ട് മതിയാക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പ്രോജക്റ്റിന് സ്ഥലം കണ്ടുപിടിക്കണം, സാക്ഷ്യം വാങ്ങിക്കണം, പരസ്യം കൊടുക്കണം. വേണ്ടെങ്കിൽ ഇപ്പം പറയണം. വെറുതെ ഇറങ്ങി തിരിച്ച് ആളുകളിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് തിരിഞ്ഞോടാൻ പറ്റില്ല. വേഗം പറഞ്ഞേ, അടുത്ത പ്രോജക്റ്റ് വേണോ വേണ്ടയോ? വേണം. ആ, അങ്ങനെ വഴിക്ക് വാ. അപ്പോ വിഷ്ണു അത് വേണ്ട വിധം കൈകാര്യം ചെയ്തു. ചില സമയത്തുണ്ടല്ലോ, ഈ അമ്മ വെറും കുഞ്ഞുങ്ങളെ പോലെയാണ്. ഞാനത് എത്ര നാളായിട്ട് കാണുന്നത്. കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പിന്നെ മനസ്സിലായിക്കോളും. പറഞ്ഞു മനസ്സിലാക്കാൻ വീച്ചേട്ടന് മാത്രമേ പറ്റൂ. പക്ഷെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വീച്ചേട്ടൻ പറയില്ല. അത് നിർബന്ധ. അപ്പറഞ്ഞത്
അതെന്തോ അർത്ഥം വെച്ചിട്ടാണല്ലോ വിഷ്ണു. ഏ ആ കൊച്ചു വർത്തമാനത്തിനിടയിൽ പറയാൻ വന്ന കാര്യം മറന്നുപോയി. നമുക്ക് ടെൻഡർ കിട്ടി. ഏത് ടെൻഡർ? നല്ല ആളാ. അത് മറന്നുപോയോ? LICയുടെ. അങ്ങനെ ഒരു കടമ്പ കടന്നു. ദാ നല്ല പ്രോജക്റ്റാ. ഇതുപോലെ പിശുക്കി പിശുക്കി ഒന്നും ചെയ്യണ്ട. നല്ല അസലായിട്ട് ചെയ്യാം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കുഞ്ഞെ. ഇത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും. എന്താ ആലോചിക്കുന്നേ? വിചേട്ടൻ പറഞ്ഞത് ഓർക്കുകയായിരുന്നു, ജീവിതം മുന്നോട്ട് പോകുമെന്ന്. നമ്മൾ കൂടെ പോയില്ലെങ്കിൽ അത് നമ്മളെ മരിച്ചോണ്ട് പൊയ്ക്കോളും, അല്ലേ? നടക്കട്ടെ. അപ്പോൾ അടുത്ത പ്രോജക്റ്റ്